ഇതാ ഇപ്പോൾ ചെയ്തു. ആന ഇതാ കയറുന്നു. ആന പൂർണ്ണമായും കയറി സ്വതന്ത്രമായി കയറുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ കഴിഞ്ഞ 20 മണിക്കൂറായി കിണറ്റിൽ വീണ കാട്ടാന ഇതാ കിണറ്റിൽ നിന്നും പുറത്തെത്തിയിരിക്കുന്നു. ആന പുറത്തെത്തി നടക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വെടിവെച്ച് തുരത്തുകയാണ് ആനയെ കാട്ടിലേക്ക്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. മലപ്പുറം അരീക്കോട് കഴിഞ്ഞ 20 മണിക്കൂറായി ഒരാന കിണറ്റിൽ വീണിട്ട് 20 മണിക്കൂറായിരുന്നു. ഇപ്പോൾ ആ ആനയെ കരക്കെത്തിച്ചിരിക്കുന്നു. നീണ്ട രക്ഷാദൗത്യത്തിനൊടുവിൽ വനം വകുപ്പിന്റെ രക്ഷാദൗത്യത്തിനൊടുവിൽ ആനയെ കരക്കെത്തിച്ചിരിക്കുന്നു. ആനയെ വെടിവെച്ചും പടക്കം പൊട്ടിച്ചുമൊക്കെ ആനയെ കാട് കയറ്റിയിരിക്കുന്നു. ആനയെ കാട്ടിലേക്ക് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആന കഴിഞ്ഞ 20 മണിക്കൂറായി ഈ കിണറ്റിൽ അകപ്പെട്ടിട്ട് കാടിനോട് ചേർന്നുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആനയെ കാട്ടിലേക്ക് തുരത്തുക അല്പം പ്രയാസപ്പെട്ട പണിയല്ല. ഈ ആനയെ കാട്ടിലേക്ക് തുരത്തുന്നതിനെ തുടർന്ന് ചൊല്ലിയായിരുന്നു രാവിലെ മുതൽ തന്നെ അവിടെ പ്രതിഷേധം നിലനിന്നത്. കാരണം സ്ഥിരമായി ഈ നാട്ടിലേക്ക് ഇറങ്ങി ആളുകളുടെ കൃഷിയും മറ്റുമൊക്കെ നശിപ്പിക്കുന്ന ഒരു കാട്ടാനയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആനയെ കാട്ടിലേക്ക് വീണ്ടും രക്ഷിച്ച് വീണ്ടും കാട്ടിലേക്ക് കയറ്റിവിടുന്നത് ആന വീണ്ടും ഈ നാട്ടിലേക്ക് എത്താനും അവരുടെ കൃഷി ഇടങ്ങൾ മുഴുവൻ നശിപ്പിക്കാനും കാരണമാകും എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു നാട്ടുകാർ വലിയ പ്രതിഷേധം അവിടെ നടത്തിയത്. അതുകൊണ്ടാണ് ഈ രക്ഷാദൗത്യം തുടങ്ങാൻ പോലും വൈകിയത്. പിന്നീട് നാട്ടുകാർക്ക് മുന്നിൽ അപേക്ഷയുടെ സ്വരത്തിൽ വനം വകുപ്പും DFOയും അടക്കം എത്തി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷമാണ് രക്ഷാദൗത്യം തുടങ്ങാനെങ്കിലും വനം വകുപ്പിന് സാധിച്ചത്. അങ്ങനെ 8:30 മണിയോടുകൂടി ഈ ദൗത്യം ആരംഭിക്കുന്നു. പിന്നീട് നീണ്ട ഒരു ദൗത്യം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്തിനുള്ളിലാണ് ആന പുറത്തേക്ക് എത്തിയത്. ആനയ്ക്ക് കിണറിടിച്ച് ഒരു പാത JCB ഉപയോഗിച്ച് കിണറിടിച്ച് ഒരു പാത നിർമ്മിച്ചു കൊടുത്തു. ആ പാത വഴിയാണ് ആന പുറത്തേക്ക് എത്തിയത്. ആ ആനയെ ഇപ്പോൾ കാട്ടിലേക്ക് തുരത്തുകയാണ് വനം വകുപ്പ് അടക്കമുള്ള സംഘം. ഇന്ന് ഈ ദൗത്യം ആരംഭിച്ച സമയം മുതൽ തന്നെ ആളുകളോട് പ്രദേശവാസികളോട് വീടിന് പുറത്തിറങ്ങരുത് എന്ന മൈക്ക് അനൗൺസ്മെന്റ് വഴി അടക്കം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു വനം വകുപ്പും മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ. അതുകൊണ്ട് തന്നെ നാട്ടുകാരെയൊക്കെ മാക്സിമം ആ ഭാഗത്ത് നിന്നും ഒഴിച്ച് നിർത്തിയുള്ള ഒരു ദൗത്യമാണ് വനം വകുപ്പ് സ്വീകരിച്ചത്. നമുക്ക് കാണാം ഈ വലിയ കൊമ്പുകളൊക്കെയുള്ള വലിയൊരു കാട്ടാനയാണ് ആ കിണറ്റിൽ അകപ്പെട്ടു പോയത്. സാധാരണ ഈ കൂട്ടമായി വരുന്ന ആനകളിൽ കുട്ടി ആനകളൊക്കെ ആവും ഇത്തരത്തിൽ കിണറ്റിലൊക്കെ വീഴുക. അപ്പോൾ ദൗത്യവും എളുപ്പമായിരിക്കും, വേഗം ആ ആനയെ കരക്കെത്തിക്കാനൊക്കെ സാധിക്കും. പക്ഷേ ഇത് ഒരു വലിയൊരു കാട്ടാനയാണ് ആ കിണറ്റിലേക്ക് വീണത്. ചെറിയൊരു സ്പേസാണ് ഈ കിണറെന്ന് പറയുമ്പോൾ ഒരു ചെറിയ സ്പേസ് ആണല്ലോ. അപ്പോൾ ഈ വലിയ ശരീരത്തെ പുറത്തെത്തിക്കുക കുറച്ച് ശ്രമകരമായിരുന്നു. അത് നമ്മൾ ആ തുടക്കം മുതൽ ഏതാണ്ട് ആ ദൗത്യത്തിൻ്റെ തുടക്കം മുതൽ തന്നെ നമ്മളത് കാണുന്നുമുണ്ട്. അപ്പോൾ ആ ദൗത്യത്തിനൊടുവിൽ ആ ദൗത്യം വിജയകരമാക്കിയിരിക്കുകയാണ് വനം വകുപ്പ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ആനയെ കരക്ക് കയറ്റിയിരിക്കുന്നു. ഇനി ഈ ആനയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ളതാണ്. കാരണം ഇത്രയും മണിക്കൂറായി വെള്ളത്തിൽ നിന്നൊരു കാട്ടാന അത് ഭക്ഷണം കഴിച്ചിട്ടില്ല, അതിന് ഇരിക്കാനോ വിശ്രമിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആന പൂർണ്ണമായും അവശനായിരിക്കും. അപ്പോൾ ഈ ആനയുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. വെറ്ററിനറി ഡോക്ടർമാർ എങ്ങനെയാണ് ഈ ആനയെ പരിശോധിക്കുക, അതോ ആനയെ കാട് കയറ്റി വിടുകയാണോ, മറ്റ് പരിശോധനകളൊന്നും ഉണ്ടാകില്ലേ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. ആന എന്താണെങ്കിലും ഇപ്പോൾ കാട് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 2-2.5 മണിക്കൂറായി തുടങ്ങിയ വനം വകുപ്പിൻ്റെ ദൗത്യമാണ്. നാട്ടുകാരെയൊക്കെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് മതിയായ ഉറപ്പുകളൊക്കെ നൽകി ഇനി കാട്ടാനയുടെ ഒരു ശല്യം ഈ പ്രദേശത്ത് ഉണ്ടാകില്ല എന്നതടക്കമുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ഈ മേഖല ഈ പറഞ്ഞതുപോലെ കാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. സ്ഥിരമായി ഇവിടെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങാറുണ്ട്. പ്രത്യേകിച്ച് ആനകൾ കൂട്ടമായി എത്തി അവിടെ ഈ കൃഷിയിടങ്ങളും മറ്റുമൊക്കെ നശിപ്പിക്കുന്നത് ഏറെക്കുറെ സ്ഥിര സംഭവമാണ്. പലവട്ടം പലരോടും പരാതി പറഞ്ഞിട്ടും ഇതിലൊന്നും ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ഈ നാട്ടുകാർ വലിയ പ്രതിഷേധം അവിടെ അഴിച്ചുവിട്ടത്. ആനയെ ഒരു കാരണവശാലും പുറത്തെത്തിക്കാൻ സമ്മതിക്കില്ല. ഇനി പുറത്തെത്തിച്ചാൽ തന്നെ ആനയെ കാട്ടിലേക്ക് കയറ്റി
കടത്തിവിടാൻ സമ്മതിക്കില്ല എന്ന കടുത്ത നിലപാടിലായിരുന്നു. പിന്നീട് വനം വകുപ്പ് ഒരുപാട് അനുരഞ്ജന ചർച്ചകൾ നടത്തി. ആ ചർച്ചകളിലൊന്നും വഴങ്ങില്ല എന്ന നിലപാടിലായിരുന്നു. പിന്നീട് DFO അടക്കം എത്തി അപേക്ഷയുടെ സ്വരത്തിൽ പറഞ്ഞ് അവർക്ക് മതിയായ ഉറപ്പുകളൊക്കെ നൽകിയതിനു ശേഷമാണ് 8-8:30 മണിയോടുകൂടി ഈ ദൗത്യം തുടങ്ങുന്നത്. ഇപ്പോൾ 10 മണിയോടുകൂടി ഈ ആനയെ കരയ്ക്കു കയറ്റാൻ സാധിച്ചതും. ശാന്തകുമാർ, ആനയെ ഈ പടക്കമൊക്കെ പൊട്ടിച്ച് കാട്ടിലേക്ക് കടത്തിവിടുന്ന ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ ഇനി ഈ ആനയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പരിശോധനയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അത്തരത്തിലുള്ള പരിശോധന ഇനി സാധ്യമല്ല. കാരണം ആന വളരെ ഒരു ചെങ്കുത്തായ മലയ്ക്ക് മുകളിലേക്കാണ് ഇപ്പോൾ കയറി പോയിട്ടുള്ളത്. അത് പരിപൂർണമായും ആനയ്ക്ക് സുഗമമായി കയറി പോകാനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പരിചയസമ്പന്നരായ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ട്. അവർ ടോർച്ചും മറ്റും തെളിയിച്ചുകൊണ്ട് തന്നെ ആന പോകുന്ന വഴികൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇത് വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയും തുടർന്നുള്ള ദിവസങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ വരില്ല എന്ന് ഉറപ്പാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ളത്.